ഈശോയിൽ സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ തിരുവചനത്തിൻ്റെ മുൻപിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. വചനം എത്രയോ നന്മ നിറഞ്ഞതാണ്. വചനം എത്രയോ ആശ്വാസവാക്കുകൾ ചേർത്ത് വെച്ചതാണ്. വചനം എത്രയോ വർണ്ണിക്കാനാവാത്ത ബലപ്പെട്ടതാണ്. അതാണ് നമ്മുടെ ബലം, അതാണ് നമ്മുടെ കരുത്ത്. അതുകൊണ്ട് യേശുവിൻ്റെ വചനം മാറാതെ നിൽക്കുവാൻ എഴുതി നമ്മുടെ കരങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനാൽ നൽകപ്പെട്ടതാണ് തിരുവചനം. ആ വചനമാണ് നമ്മുടെ സമ്പത്ത്, ആ വചനമാണ് നമ്മുടെ കരുത്ത്. യോഹന്നാൻ സുവിശേഷം 6:63, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുവചനം, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി. വചനം ശുദ്ധീകരിക്കും, വചനം ബലപ്പെടുത്തും, വചനം അഭിഷേകം നൽകും, ശാസിക്കും, തിരുത്തും. ആ വചനം നമുക്ക് ബലവാകട്ടെ, ആ വചനം നമുക്ക് കരുത്താകട്ടെ, ആ വചനം നമുക്ക് ഉണർവാകട്ടെ. വചനമാണ് നമ്മുടെ സങ്കടങ്ങളിൽ നമ്മളെ ആശ്വസിപ്പിക്കുക. വചനമാണ് വഴി അടഞ്ഞു നിൽക്കുമ്പോൾ എങ്ങനെ മുമ്പോട്ട് പോകണം എന്ന് നമുക്ക് നേർവഴി കാട്ടിത്തന്ന് നയിക്കുക. കൂരിരുളിൽ, വേദനയിൽ, തകർച്ചകളിൽ മുൾമുടി അണിഞ്ഞുകൊണ്ട് ഈശോ മുഖത്തൊരു മുത്തം നൽകി. മുൾമുടി അണിഞ്ഞുകൊണ്ടുള്ള ഈശോയുടെ ചിത്രം വേദനയുടെ സഹനത്തിൻ്റെതുമാണ്. ആ മുൾമുടി അണിഞ്ഞ് ഈശോയെ നമ്മുടെ മുഖത്തോട് ചേർത്ത് കവിളിൽ മുത്തം നൽകുമ്പോൾ മുള്ളുകൊള്ളും. ആ വേദന സന്തോഷത്തിൻ്റെ നന്മയുടെ വേദനയാണ്. കണ്ണുകളടച്ചൊരു നിമിഷം നമുക്ക് ഈ പ്രാർത്ഥന ഗാനത്തോടെ മനസ്സ് ചേർത്ത് വയ്ക്കാം. ജീവിതത്തിൻ്റെ എല്ലാ സഹനങ്ങളും വേദനകളും ഇത്തിരിയെങ്കിലും അലിയിച്ചില്ലാതാക്കാൻ ഈ പ്രാർത്ഥനാ ഗാനത്തിന് സിദ്ധിയുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ സഹന മേഖലകളെ ഓർക്കാം. നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരുടെ ജീവിത സഹനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. പിടിച്ചു നിൽക്കാതെ പറ്റേ തകർന്നു പോയവരെ ഈ തിരുവചനത്തിന് മുമ്പ് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാവോ? മുൾമുടിയണിഞ്ഞുകൊണ്ടീശോ എൻ മുഖത്തൊരു മുത്തം നൽകി. മുള്ളുകളൻ മുഖത്തെങ്ങും വിങ്ങുന്ന നൊമ്പരമേകി. സ്നേഹത്തോടെ മുത്തം വഴിയറിയാതെ വേദനയായി മാറിയപ്പോ സ്നേഹത്തോടെ മുത്തം പലപ്പോഴും സഹന ഏറുമ്പോൾ വേദനയായി മാറിയപ്പോ വേദനയ്ക്കൊരു പേരു നൽകി ഞാൻ. അതിൻ പേരല്ലോ ഞങ്ങളെ പഠിപ്പിക്കണം. അതിൻ പേരല്ലോ സഹനം. നന്മയും ഉൾമുടിയണിഞ്ഞുകൊണ്ടീശോ എൻ മുഖത്തൊരു മുത്തം നൽകി. മുള്ളുകളൻ മുഖത്തെങ്ങും വിങ്ങുന്ന നൊമ്പരമേകി. എത്ര പേരാണ് കരയുന്നത്? എത്ര പേരാണ്
ഗദ്ഗതത്തില് പെട്ടുപോയത്. എത്ര പേരാണ് കണ്ണീര് കൊണ്ട് നിരാശയില് ആഴ്ന്നുപോയവർ? എത്ര പേരാണ് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട് ഇന്നും ഉറങ്ങാനാവാതെ വിലപിക്കുന്നത്? എത്രയോ പേരാണ് ക്ലേശത്തിൻ ക്ലേശത്തിൽപ്പെട്ട് മുള്ളുകൾക്കിടയിൽ തകർന്നു പോയവർ. വേദനയിൽ ഞാൻ പിടഞ്ഞു. വേദനയിൽ പിടയുന്ന എല്ലാ മക്കളെയും കർത്താവിന്റെ കുരിശിനോട് ചേർത്ത് വെച്ച് നടുവിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇടനെഞ്ചു നീറി കരഞ്ഞു. സഹനം ആ ഏറ്റെടുത്ത നേരമെൻ മുൻപിൽ സഹനത്തിൽ പതറാതെ അങ്ങേ കുരിശിനോട് ചേർന്ന് നിൽക്കുവാൻ ക്രൂശിതമാം ദിവ്യരൂപം ആശ്വാസത്തോടെ ഞാൻ നുകർന്നു. ആ ദിവ്യനാഥന്റെ സ്നേഹം, ആ ദിവ്യനാഥന്റെ സ്നേഹം. മുൾമുടിയണിഞ്ഞു കൊണ്ടീശോ എൻ മുഖത്തൊരു മുത്തം സഹനത്തിന്റെ നൽകി. മുള്ളുകളൻ മുഖത്തെങ്ങും വിങ്ങുന്ന നൊമ്പരമേകി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, എന്നും ജീവിതത്തില് കരയുന്ന ആരെങ്കിലും കാണാതിരുന്നിട്ടില്ല. പലപ്പോഴും മുമ്പിലിരുന്ന് വിങ്ങിപ്പൊട്ടുമ്പോൾ എന്ത് വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ പതറി നിന്ന നിമിഷങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഓർമ്മിച്ചെടുക്കുന്ന ഒരു സംഭവം, ഒരിടവകയിലെ വികാരിയായിരിക്കെ ഇടവകയുടെ ട്രസ്റ്റി ഹൈവേ റോഡിൽ വെച്ച് ആക്സിഡൻറ്റിൽപ്പെട്ടു. അദ്ദേഹം ഹൈവേ റോഡിന് പുറത്ത് മറ്റൊരാളുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കെ എതിരെ വന്ന വാഹനം റോഡിൽ നിന്ന് വെട്ടിത്തിരിഞ്ഞു വന്ന് ഇദ്ദേഹത്തെ ഇടിച്ച് തെറിപ്പിച്ചു കളഞ്ഞു. തലയ്ക്ക് സാരമായ പരിക്കേറ്റു. അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവിടുന്ന് മംഗലാപുരം AJ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. വലിയ വേഗത്തിൽ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. വളരെ പെട്ടെന്ന് തന്നെ സർജറിക്ക് അദ്ദേഹത്തെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചു. ഭാര്യയും 3 മക്കളും കണ്ണീരോടെ തൊട്ടടുത്ത മുറിയിൽ മുട്ടുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ അവരുടെ വികാരി അച്ഛനാണ്. ആ ദിവസങ്ങളിൽ കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് എന്ന പേരുള്ള ഒരു ഇടവകയിൽ ഞാൻ ധ്യാനിപ്പിക്കുകയാണ്. രാത്രി 9 മണിക്കാണ് ധ്യാനം തീരുക. 9 മണിക്ക് ധ്യാനം കഴിഞ്ഞിട്ട് ഞാൻ ബൈക്ക് ഓടിച്ച് ഈ മംഗലാപുരത്തെത്തും. എത്തുമ്പോൾ 12 മണി രാത്രി, 1 മണിയൊക്കെ രാത്രി ആകാറുണ്ട്. അപ്പോൾ ഞാൻ കാണുന്നൊരു കാഴ്ച, ഭാര്യയും 3 മക്കളും ഞങ്ങളുടെ പപ്പായുടെ ജീവൻ നൽകണേ, തിരികെ നൽകണേ, ജീവൻ എടുക്കരുത് എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളെയാണ് കാണുന്നത്. ഞാൻ അവരോട് കൂടെ ചേർന്ന് നിൽക്കും. കരങ്ങൾ ചേർത്ത് പിടിച്ചിട്ട് ബലം കൊടുക്കും. അവരോട് ചേർന്ന് അവരുടെ വികാരിച്ചനും പ്രാർത്ഥിക്കും. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ഇങ്ങനെ എത്തിയപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഫാദറെ, ഇനി ഇവരെ നെഗറ്റീവായി ചിന്തിക്കാനായിട്ട് ഒരുക്കണം. എനിക്ക് മനസ്സിലായി, എൻ്റെ ട്രസ്റ്റി ജീവനിലേക്ക് തിരികെ വരില്ല, അദ്ദേഹം മരണപ്പെടും. അപ്പോൾ മൂത്ത മകനെ മുറിയിൽ നിന്ന് വിളിച്ച് ഞാൻ പുറത്തേക്ക് മാറ്റി നിർത്തിയിട്ട് ഞാൻ പേര് വിളിച്ച് അവനെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, കുഞ്ഞേ, നീയാണ് വീട്ടിലെ നാഥൻ. പപ്പ വീണുപോയില്ലേ, ഇനി നീയായി വീട്ടിലെ നാഥൻ. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കാത്തത് എന്തെങ്കിലും സംഭവിച്ചാൽ, നമ്മൾ പ്രതീക്ഷിക്കാത്തത് എന്തെങ്കിലും സംഭവിച്ചാൽ പതറാതെ നിൽക്കണം, തളരാതെ നിൽക്കണം. ഞാൻ നിന്റെ വികാരി അച്ഛനാണ്.
ഒരു ജനം മുഴുവനും നിങ്ങളുടെ കൂടെയുണ്ട്. പ്രാർത്ഥനയോടുകൂടി ബലപ്പെടുത്താൻ, ശക്തി നൽകാൻ. ഇത്രയും പറഞ്ഞപ്പോ ആ മകന് മനസ്സിലായി പപ്പ മരിക്കും. അവൻ കരഞ്ഞുകൊണ്ട് എൻ്റെ തോളത്തേക്ക് വീണിട്ട് ഒരു നിമിഷം എങ്ങലടിച്ചു. അവൻ്റെ ചങ്ക് പിടയ്ക്കുന്നത് എനിക്കറിയാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് അവൻ എന്നോട് ചോദ്യം ചോദിച്ചു, ഈ ദിവസങ്ങളിലൊക്കെ കണ്ണീരോടെ പ്രാർത്ഥിച്ചിട്ട് ഈ പ്രാർത്ഥനയ്ക്ക് വിലയൊന്നുമില്ല അച്ഛാ, ഈ പ്രാർത്ഥനയ്ക്ക് വിലയൊന്നുമില്ല അച്ഛാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം എന്തുത്തരം പറയണം എന്നറിയാതെ നിന്നുപോയ ഒരാളാണ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. 25 വർഷം പ്രാർത്ഥിച്ച് കാത്തിരുന്നിട്ട് ഒരു കുഞ്ഞിനെ കിട്ടി അബ്രാഹത്തിന്. എന്നിട്ടോ ഒരു നാള് ഒരു രാത്രിയില് ഈ കുഞ്ഞിനെ ചേർത്ത് കിടത്തി ഉറങ്ങുന്ന വേളയിൽ അശനിപാതം പോലെ ഒരു സ്വരമുയർന്ന് ഈ കുഞ്ഞിനെ അങ്ങ് മോറിയാമലയിൽ കൊണ്ടുവന്ന് ബലി നൽകണം. എന്ന് പ്രിയപ്പെട്ടവരെ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ആ മനുഷ്യൻ രാത്രിയിൽ ഉണർന്നു. അടുത്തുറങ്ങുന്ന ഭാര്യ തോണ്ടി വിളിച്ചു. ഞെട്ടി ഉണർന്നിട്ട് എന്താ എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, രാവിലെ ഉണരണം. ഇത് പറയാനാണോ ഈ രാത്രി വിളിച്ചു ഉണർത്തുന്നത്? അല്ല, ദൈവം പറഞ്ഞു ബലിയർപ്പിക്കാൻ പോകണം, രാവിലെ തന്നെ യാത്രയാകണം. അതുകൊണ്ട് രാവിലെ ഉണർന്ന് പരിചാരകരെ കൊണ്ട് വിറക് കീറിക്കണം, കത്തിരാകണം, കഴുതയെ കുളിപ്പിക്കണം, ജനിയിടണം, കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് രാവിലെ ഉണരണം. രാവിലെ ഉണർന്നു. കാര്യങ്ങളെല്ലാം ഭാര്യ ക്രമീകരിക്കുമ്പോൾ ഭാര്യയെ വിളിച്ചിട്ട് അബ്രാഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ആ കുഞ്ഞിനെയും കൂടെ ഒന്ന് കുളിപ്പിച്ചൊരുക്കിക്കോ. അതെന്തിനാ? അത് കുഞ്ഞിനെയും കൂടെ കൊണ്ടുപോകണം. വീണ്ടും ആവർത്തിച്ചു, എന്തിനാ? അല്ല, കുഞ്ഞു വളരുമ്പോ ബലിയർപ്പിക്കേണ്ടത് എങ്ങനെയെന്നൊക്കെ പഠിക്കണ്ടേ, അതിനു വേണ്ടിയിട്ടാ. ഈ കുഞ്ഞിനെ കൊണ്ടുപോയി ബലി നൽകണമെന്നു ഭാര്യയോട് പറഞ്ഞാൽ ഒരുപക്ഷെ ആ കുഞ്ഞിനെ വിട്ടുതരില്ല എന്ന് ഈ മനുഷ്യൻ ചിന്തിച്ചിട്ടുണ്ടാവണം. ഈ കുഞ്ഞിനെ കുളിപ്പിച്ചൊരുക്കിയിട്ട് ഭർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി നെറ്റിയിലെ മുടിയൊക്കെ ഒന്ന് മാടി ഒതുക്കിയിട്ട് ഈ കുഞ്ഞിന്റെ വലതുകരം എടുത്ത് അബ്രാഹത്തിന്റെ കയ്യിലേക്ക് പിടിപ്പിച്ചിട്ട് ഭാര്യ പറയും, ശ്രദ്ധിക്കണം കേട്ടോ, നമുക്കൊന്നേ ഉള്ളൂ. 25 വർഷം പ്രാർത്ഥിച്ച് കാത്തിരുന്നിട്ട് ദൈവം തന്ന ഒരു കുഞ്ഞ. അതുകൊണ്ട് പരിചാരകയിലേക്ക് കൊടുത്തേക്കരുത്, കാലിൽ മുള്ളുകൊള്ളാൻ ഇടവരുതരുത്, വെയിലുകൊണ്ട് വാടാൻ സാഹചര്യം ഒരുക്കരുത്, കൂടെ തന്നെ നിർത്തണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് പിതാവിന്റെ കരങ്ങളിലേക്ക് കുഞ്ഞിന്റെ കരം ചേർത്ത് പിടിക്കുമ്പോ മറിച്ചൊരു വാക്കുപോലും പറയാനാവാതെ കണ്ണിൽ നിറഞ്ഞ കണ്ണീരിന് നടുവിലൂടെ ഭാര്യയെ നോക്കിക്കണ്ടിട്ട് ശിരസ് നമിച്ച് നടന്നു പോകുന്ന കണ്ണീരിന്റെ ഒരു കഥ ബൈബിളില് ഒന്നോർത്തെടുക്കാം, അബ്രാഹത്തിന്റെ. എന്നിട്ട് ചങ്കിൽ കൊള്ളുന്നൊരു വചനം പിന്നീട് പറയും. അവർ മുമ്പോട്ട് പോയി. 3-ാം ദിവസം അവൻ തല ഉയർത്തി നോക്കി. 3-ാം ദിവസം വരെ അവന് ശിരസ് ഉയർത്താൻ പറ്റിയില്ല. കാരണം മോറിയാമലയിൽ കുഞ്ഞിനെ ബലി കൊടുത്തിട്ട് തിരിച്ചിറങ്ങി വരുമ്പോ എന്തിയെ കൊച്ച് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാനാവാതെ പതറി നിൽക്കുന്ന അഭിശപ്ത നിമിഷത്തെക്കുറിച്ച് ഓർക്കാൻ പോലും ആഗ്രഹമില്ലാത്ത അബ്രാഹത്തിന്റെ ശിരസ് ഉയർന്നില്ല. 3-ാം ദിവസമാണ് ശിരസ് ഉയർത്തിയത്. ബൈബിൾ പറയും, ദൈവത്തിന്റെ തീരുമാനത്തിന് മുമ്പിൽ മനുഷ്യന്റെ തീരുമാനങ്ങളെ പരുവപ്പെടുത്താൻ അവനെടുക്കുന്ന സമയത്തിന് പേരിട്ടാൽ ഒരുപക്ഷെ അത് 3-ാം ദിവസം എന്നാകും. അങ്ങനെ മോറിയാമലയിലെത്തി. മോറിയാമല കയറുന്നതിന് മുമ്പ് സങ്കടം നിറഞ്ഞൊരു കഥയുണ്ട്. എന്തെന്നറിയാവോ? പരിചാരകരെ എല്ലാം മലയുടെ താഴെ നിർത്തിയിട്ട് ഈ കുഞ്ഞിന്റെ ശിരസിലേക്ക് വിറകെടുത്ത് കൊടുത്തിട്ട് കത്തിയും തീയും എല്ലാം പിടിച്ച് ഈ മല കയറുന്ന ഒരു ജീവിതത്തിന്റെ കഥനകഥ. ഈ മലയുടെ ഉച്ചയിലെത്താറാകുമ്പോ ഈ കുഞ്ഞു തിരിഞ്ഞിട്ടൊരു ചോദ്യം ചോദിക്കും, അപ്പാ, ബലിയർപ്പിക്കാനുള്ള കത്തിയും വിറകും തീയുമൊക്കെ നമ്മുടെ കയ്യിലുണ്ടല്ലോ, എന്തിയേ? ബലിമൃഗം എന്തിയേ?
ഈ ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം പറയാനില്ലാതെ ഒരു നിമിഷം പിടയുന്ന ഈ മനുഷ്യന്റെ ഉത്തരം അത് നീയാണ് കുഞ്ഞെ എന്ന അത് പറയാനാവാതെ ചങ്കുപിടച്ച് നിൽക്കുന്ന നിമിഷമുണ്ട്. പ്രിയപ്പെട്ടവർ, ചില സങ്കടക്കഥകളുടെ മുമ്പില് ഉത്തരം പറയാനില്ലാതെ നിന്നു പോകുന്ന ചില ചങ്കുപിടയുന്ന നിമിഷങ്ങൾ നിരവധി പ്രാവശ്യം എന്ത് പറഞ്ഞാണ് ആശ്വസിപ്പിക്കുക എന്ന് ആവാതെ വന്നിട്ടുണ്ട്. ഈ കാലഘട്ടങ്ങളൊക്കെ സഹനത്തിന്റെ കഥകളാ ധാരാളം. ഈ സഹനത്തെ ചേർത്ത് വെച്ച് പഠിച്ചപ്പോൾ, സഹനകഥകളെയൊക്കെ ചേർത്ത് വെച്ച് പഠിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ, ഉള്ളില് പരിശുദ്ധാത്മാവ് തോന്നിച്ച ചില സ്നേഹചിന്തകൾ പങ്കുവയ്ക്കാം എന്ന് വിചാരിക്കുകയാണ്. ശേഷിച്ച ഏതാനും നിമിഷത്തില് സഹനം മനുഷ്യൻ എന്നും മനസ്സിലാവാനാവാത്തൊരു തപസ്യ. സഹനം പല വിധത്തിലാണ്. മരണം, തകർച്ച, പ്രതിസന്ധികൾ, പരാജയങ്ങൾ, രോഗാവസ്ഥകൾ, അകൽച്ചകൾ, പിണക്കങ്ങൾ, അങ്ങനെ വ്യത്യസ്തങ്ങളായ സഹനങ്ങളാണ്. ഈ സഹനങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് തിരിച്ചറിഞ്ഞാലേ എങ്ങനെയാണ് ഈ സഹനങ്ങളെ മറികടക്കേണ്ടത് എന്ന് നമുക്കറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന, അല്ലെ കാണുന്ന, അറിയുന്ന, അല്ലെ മനസ്സിലാക്കുന്ന സഹനങ്ങളൊക്കെ മനുഷ്യന് വന്നു ഭവിക്കുന്നത് 4 വിധത്തിലാണ്. പ്രിയമുള്ളവരെ, ഒരു വചന പ്രഘോഷണം അല്ലെ ഒരു പ്രസംഗം എന്നതിലുപരി ഇതൊരു സത്യത്തെ ഹൃദയം ചേർത്ത് വെച്ച് നമ്മൾ പഠിക്കുകയാണ്. സഹനം. പിന്നീട് പല അവസരങ്ങളിൽ സഹനത്തെക്കുറിച്ച് നമുക്ക് വളരെ ഗൗരവമായി ധ്യാനിക്കാം. ഇനിയുള്ള സമയത്ത് സഹനം വരുന്ന 4 വഴികൾ വളരെ സംക്ഷിപ്തമായി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്, അല്ല ഒരു കുടുംബത്തിന് സഹനം വന്നു ചേരുന്നത് 4 വിധത്തിലാണ്, അല്ലെ 4 കാരണങ്ങളിലാണ്, അല്ലെ 4 സാഹചര്യങ്ങളിലാണ്. ഈ 4 സാഹചര്യങ്ങളിൽ, അല്ലെ 4 വഴികളിലേ ഈ സഹനം വന്നു ചേരത്തുള്ളൂ. ഒന്നാമത്തെ വഴി അവനവന്റെ പാപനിമിത്തം സഹനം വരുമെന്നതാണ്. ഓരോ വ്യക്തിയുടെയും തിന്മയുടെ ആധിക്യം, പാപം, ഇവ നിമിത്തം സഹനം വന്നു ചേരും എന്ന് ഓർത്തു വയ്ക്കാം. സുഭാഷിതങ്ങൾ 13-ാം അധ്യായത്തിന്റെ 21-ാം തിരുവചനം, പാപികളെ ദൗർഭാഗ്യം പിന്തുടരുന്നു. പാപികളെ ദൗർഭാഗ്യം പിന്തുടരുന്നു. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 1-ാം തിരുവചനവും ഇത് തന്നെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. ബാറുക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 5-ാം തിരുവചനം, ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രവിക്കാതെ ഞങ്ങൾ അവിടുത്തേക്കെതിരെ പാപം ചെയ്തതിനാൽ ഉന്നതി പ്രാപിക്കാതെ നിലം പറ്റി. ചിലരെപ്പോഴും പരാജയത്തെക്കുറിച്ച് പറയാറുണ്ട്. ഏത് പരീക്ഷ എത്ര പ്രാവശ്യം എഴുതിയാലും വിജയിക്കാനാവുന്നില്ല, പരാജയപ്പെട്ടു പോവുക. ഉന്നതി പ്രാപിക്കാതെ നിലം പറ്റി. കാരണം എന്താ? ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രവിക്കാതെ അവിടത്തേക്കെതിരെ തെറ്റ് ചെയ്തു. വ്യക്തിപരമായ പാപം. മത്തായി സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങളില് തളവാത രോഗിയെ കർത്താവ് സുഖപ്പെടുത്തുമ്പോൾ കർത്താവ് പറയുന്നത്, നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്നാണ്. ഈ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് ഈ തളവാത രോഗി സൗഖ്യപ്പെടുക. സങ്കീർത്തനം 38-ാം സങ്കീർത്തനത്തിന്റെ 3 മുതലുള്ള തിരുവചനം നിങ്ങൾ വായിച്ചു നോക്കിക്കോ. നിരവധിയായ രോഗങ്ങൾ, ഏകദേശം 10ഓളം വിവിധ രോഗങ്ങളെക്കുറിച്ച് ഈ സങ്കീർത്തനം പറയുന്നുണ്ട്. ഈ 10ഓളം വിവിധ രോഗങ്ങൾ പാപം മൂലം വരുന്നു എന്ന്
ആവർത്തിച്ച് സങ്കീർത്തകൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് വ്യക്തിക്കോ കുടുംബത്തിനോ സമൂഹത്തിനോ സഹനം വരുന്ന 4 വഴികളിൽ ഒന്ന് വ്യക്തിപരമായ പാപവും തിന്മയും അകൃത്യവും നിമിത്തമാണ്. ഇനി രണ്ടാമത്തെ വഴി മറ്റുള്ളവരുടെ തിന്മ നിമിത്തം, അപരന്റെ അകൃത്യ നിമിത്തം, മറ്റൊരുവന്റെ പാപം നിമിത്തം നമുക്ക് സഹനം വന്നു ചേരാം. അതുകൊണ്ടാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ, നിങ്ങളിൽ ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകുവാൻ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അനുവദിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, പക്ഷെ നഷ്ടപ്പെട്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താ? ഒരു സമൂഹത്തിലെ 200 കുടുംബങ്ങൾ, 199 കുടുംബങ്ങളും മാതൃകാപരമായി ജീവിക്കുന്ന കൃപയുള്ള വിശുദ്ധ കുടുംബങ്ങളാണെങ്കിൽ ഒരു കുടുംബം മതി, തിന്മ നിറഞ്ഞ കുടുംബം, ആ സമൂഹത്തെ മുഴുവനും ചെതറിക്കാൻ. ഒരു വീട്ടിൽ 4 മക്കളിൽ 3 പേര് വിശുദ്ധരായിരിക്കട്ടെ, ഒറ്റയൊരുവൻ മതി അവന്റെ തിന്മ കൊണ്ട് ആ കുടുംബത്തെ നശിപ്പിക്കാൻ. അതുകൊണ്ട് അന്യന്റെ തിന്മ മറ്റുള്ളവർക്ക് സഹനം നൽകും. മദർ ഹോം ധ്യാന കേന്ദ്രത്തില്, അതായത് ഇവിടെ ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ ധ്യാനിക്കാൻ വന്നു. ഇടത് കാല് മുറിച്ചു കളഞ്ഞതാ. സങ്കടക്കടലിലാണ് ആ ചെറുപ്പക്കാരനുള്ളത്. 2-ാം ദിവസം ആ ചെറുപ്പക്കാരനെ കണ്ട്, ധ്യാനത്തിന്റെ 2-ാം ദിവസമാണ്, പ്രാർത്ഥിക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എതിരെ വന്ന വ്യക്തി നിയന്ത്രണമില്ലാതെ വണ്ടി കൊണ്ടുവന്ന് ഇടിച്ചതാ. അദ്ദേഹം മദ്യപിച്ചിരുന്നു. എതിരെ വണ്ടി ഓടിച്ച വ്യക്തിയുടെ മദ്യപാനം, തിന്മ, അതാണ് ഈ ചെറുപ്പക്കാരന്റെ സഹനത്തിന് കാരണമായത്. എന്റെ പ്രിയപ്പെട്ടവരെ, ബിൻ ലാദൻ 2001 സെപ്റ്റംബർ 11 3000-ഓളം പേര് നിരപരാധികൾ കൊല്ലപ്പെട്ടു. ട്വിൻ ടവർ ആക്രമണം, തീവ്രവാദ പ്രവർത്തനങ്ങൾ, 3000-ലധികം പേര്, 1ഉം 2ഉമല്ല, നിരപരാധികൾ വേദനിക്കേണ്ടി വന്നു. 2 സാമുവേൽ 11-ാം അധ്യായം മുതൽ നിങ്ങൾ വായിച്ചു നോക്കിക്കോ. ദാവീദിന്റെ കഥയുണ്ട്. വെറുതെ ഒരു നോട്ടം, ഉച്ചയ്ക്ക് കടന്നുറങ്ങിയിട്ട് ഈ മനുഷ്യൻ മട്ടുപ്പാവിലൂടെ ഉലാത്തിയത. കുളിക്കടവിൽ ഒരു പെൺകുട്ടി കുളിക്കുന്നത് കണ്ടു. ആ കണ്ണുകളെ നിയന്ത്രിക്കാൻ പറ്റിയില്ല. അതിനുശേഷം ദുരന്തങ്ങളായി, അനേകം പേര് മരണപ്പെട്ടു, കൊലപാതകങ്ങളായി, സ്വന്തം മക്കളെ പോലും കൊല്ലേണ്ടി വന്നു. യുദ്ധത്തിൽ അനേകർ കൊല്ലപ്പെട്ടു, നിരപരാധികൾ കൊല്ലപ്പെട്ടു. ദാവീദിന്റെ തിന്മ കാരണം. ജോഷുവയുടെ പുസ്തകം 7-ാം അധ്യായം 22 മുതൽ 26 വരെ ആഖാന്റെ പാപം നിമിത്തം ആ കുടുംബം മുഴുവനും കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുന്നുണ്ട്. അതുകൊണ്ട് സഹനം വരുന്ന രണ്ടാമത്തെ വഴി അന്യന്റെ അകൃത്യം, അന്യന്റെ പാപം. ഒരു വ്യക്തി നമ്മൾ വാങ്ങിക്കുന്ന ഭക്ഷണത്തിൽ മായം ചേർത്ത് ലാഭത്തിന് വേണ്ടി തന്നുവെന്ന് വിചാരിക്കുക. അത് കഴിച്ചു, അസുഖമായി, നമ്മൾ സഹനത്തിലായി. പക്ഷേ ആ സഹനം അന്യന്റെ തിന്മ കൊണ്ടാണ്. അതുകൊണ്ട് സഹനത്തിന്റെ രണ്ടാമത്തെ വഴി മറ്റുള്ളവരുടെ അന്യന്റെ തിന്മ, അകൃത്യം. സഹനത്തിന്റെ മൂന്നാമത്തെ വഴി അത് ദൈവം സഹനം അനുവദിക്കും. ജോബിന്റെ പുസ്തകം, പൗലോസ് അപ്പോസ്തലൻ റോമില് ത്രേവി ഫൊന്താന എന്ന സ്ഥലത്ത്, അത് പൗലോസ് അപ്പോസ്തലൻ മരണത്തിന് ശേഷം വന്ന ഒരു പേരാണ്. അവിടെ വെച്ച് കൊല്ലപ്പെടുന്നു പൗലോസ് അപ്പോസ്തലൻ. സ്ലേഹന്മാരെ ഏകദേശം എല്ലാവരും രക്തസാക്ഷികളാവുകയാണ് നമ്മൾ കണ്ടത്. വിശുദ്ധ അൽഫോൻസാമ, സഹനം, ദൈവം കൊടുത്ത സഹന. എത്ര പേര് പ്രാർത്ഥിച്ചു, എത്ര കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചു, മെത്രാണച്ചമാർ പ്രാർത്ഥിച്ചില്ലേ, വൈദികർ പ്രാർത്ഥിച്ചില്ലേ, ഈ പാവപ്പെട്ട അസിസ്റ്റന്റ് സഹനത്തെ മാറ്റണമേ എന്ന്. സഹനം മാറിയില്ല. 30 വയസ്സ് പോലും ആകുന്നതിന് മുമ്പ് കൊച്ചു ത്രേസ്യ മരണപ്പെട്ടില്ലേ? കഠിനമായ വേദനയിൽ, രോഗത്താൽ. സഹനം ദൈവം മാറ്റിക്കൊടുത്തില്ലേ? റാണി മരിയ, ദൈവസഹായം പിള്ള, വിശുദ്ധൻ, കഠോരമായ സഹനത്തിലൂടെ കടന്നുപോയില്ലേ? ദൈവം സഹനം നൽകും. മൂന്നാമത്തെ വഴി. ഇനി പ്രിയപ്പെട്ടവരെ, സഹനം വരുന്ന നാലാമത്തെ വഴി പിശാച് സഹനം കൊണ്ടുവരും എന്നതാണ്.
പിശാച് സഹനം കൊണ്ടുവരുന്നത് പ്രലോഭനത്തിലൂടെ ഒരു വ്യക്തിയെ, അല്ല ഒരു സമൂഹത്തെ, അല്ല ഒരു രാഷ്ട്രത്തെ, അല്ല ഒരു കൂട്ടായ്മയെ പാപത്തിലേക്ക് വീഴിച്ചിട്ട് തകർച്ച വരുത്തിയാണ് സഹനം കൊണ്ടുവരിക. ഇങ്ങനെ 4 വഴികളാണ് സഹനത്തിനുള്ളത്. ഒരു വ്യക്തിക്ക് സഹനം വരുമ്പോൾ ഉടനെ പതറിപ്പോകരുത്, പാളിപ്പോകരുത്. എന്താണ് ചെയ്യേണ്ടത് എന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, സഹനം വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നെട്ടോട്ട ഓടുക എന്നല്ല, മറിച്ച് ഇതേത് വഴിക്കാണ് സഹനം വന്നിരിക്കുന്നത് എന്ന് തിരിച്ചറിയുക എന്നതാണ്. അത് എൻ്റെ തിന്മ മൂലം, എൻ്റെ പാപം മൂലം, അല്ല എൻ്റെ പങ്കാളിയുടെ പാപം മൂലം, അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ തിന്മ മൂലം ഏത് വഴിക്കാണ് ഈ സഹനം വന്നിരിക്കുന്നതെന്ന് തിരിച്ചറിയുക. അല്ല അന്യൻ്റെ തിന്മ മൂലം, അല്ലെങ്കിൽ ദൈവം തന്ന സഹനമാണോ, അല്ലെങ്കിൽ തിന്മ വരുത്തിയ സഹനമാണ്, പിശാച് വരുത്തിയ സഹനമാണ്. ഈ സഹനത്തെ ആദ്യം തിരിച്ചറിയണം. ഈ സഹനത്തെ തിരിച്ചറിയാൻ എന്താണ് മാർഗം? ഒരേ ഒരു മാർഗമേ ഉള്ളൂ. നീ ദേവാലയത്തിലേക്ക് പോകുക എന്നത് തന്നെ. എന്നിട്ട് തമ്പുരാൻ്റെ മുമ്പിൽ പരിപൂർണമായി കുമ്പസാരിക്കുക. പരിപൂർണമായി ഒരു പൊട്ടും പൊടിയും പോലും ഇല്ലാതെ നീ കുമ്പസാരിച്ചൊരുങ്ങുമ്പോൾ നീ വരപ്രസാദ അവസ്ഥയിലായി. വരപ്രസാദ അവസ്ഥയിലാകുന്ന ഒരു വ്യക്തി ദൈവത്തിന് മുമ്പിലിരുന്ന് ശാന്തമായിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിക്ക് കർത്താവ് പറഞ്ഞു കൊടുക്കും, ഈ സഹനത്തിൻ്റെ വഴിയേതാ, ഇത് ഇന്ന കാരണം വഴിയായിട്ടാണ്, അല്ല ഇത് പ്രലോഭനം വഴി പാപത്തിൽ വന്നു പെട്ടതുകൊണ്ട് പിശാച് തന്ന സഹനമാണ്, അല്ല ഞാൻ വിശുദ്ധീകരണത്തിന് വേണ്ടി, അല്ല ഉപരിനന്മയ്ക്ക് വേണ്ടി തന്ന സഹനമാണ്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് സഹനത്തെ തിരിച്ചറിയണം. ഏത് വഴിക്ക് വന്ന സഹനമാണെന്ന് തിരിച്ചറിയണം. എന്നിട്ടാണ് അതിൻ്റെ പരിഹാരം എന്ത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടും ചെയ്യാനും സാധ്യമാവുകയുള്ളൂ. ഈ നിമിഷം നമ്മളൊന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനി സഹനം ഏത് വിധത്തിൽ എന്ന് കണ്ടെത്തിയാൽ പരിഹാരം എന്ത് എന്നുള്ളത് അടുത്ത വീണ്ടും ഒരു സെഷനിൽ നമുക്ക് ശാന്തമായി നമുക്ക് ധ്യാനിക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ സഹിക്കാത്തവരായി നമ്മൾ ആരുമില്ല. കഠിനമായ സഹനത്തിലൂടെ കടന്നുപോയവരാണ് നമ്മളെല്ലാവരും. ഒരുപക്ഷെ ചിലരെങ്കിലും ഗൗരവമായ സഹനം അവർ നേരിടേണ്ടി വന്നിട്ടുണ്ടാവില്ല. എങ്കിലും പ്രിയപ്പെട്ടവരെ, സഹനത്തിലൂടെ കടന്നു പോകുന്ന മക്കളുണ്ട് അനേകായിരങ്ങൾ. യുദ്ധം മൂലം കെടുതികൾ സംഭവിച്ചവർ. ഉക്രൈനില് ലക്ഷങ്ങൾ കഠിനമായ സഹനത്തിൽ പെട്ടുപോയിരിക്കുന്നു. കണ്ണീരോടെ അവർ പ്രാർത്ഥിക്കുന്നു. രോഗികളായി നിരവധി പേർ, എണ്ണിയെടുക്കാനാവാത്ത വിധത്തിൽ കണ്ണീർ കയത്തിൽ പെട്ടുപോയ മക്കൾ, ജോലി നഷ്ടപ്പെട്ടു പോയവർ, കുടുംബ ബന്ധം തകർന്നു പോയവർ, പങ്കാളിയാൽ വഞ്ചിക്കപ്പെട്ടവർ, നിരവധിയായ പരാജയം രുചിച്ചറിഞ്ഞവർ, എഴുതിയ പരീക്ഷകളൊക്കെ പരാജയപ്പെട്ടിട്ട് ഇനി എന്തെന്നറിയാതെ സഹനത്തിലേക്ക് പെട്ടുപോയോ. ഈ സഹനങ്ങളുടെ എല്ലാ വഴികൾ തേടിയുള്ള യാത്രയിൽ ദൈവമേ ഞങ്ങളെ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, കാർമേഘത്തിൽ നിന്നാണ് കുളിർമഴ പെയ്യുന്നത്, ചെളിയിൽ നിന്നാണ് താമര വളരുന്നത്, മുള്ളുള്ള ചെടിയിലാണ് റോസാപുഷ്പം വിടരുന്നത്, ഒരേ 4 ടയറുള്ളത് കൊണ്ടാണ് വണ്ടി ഓടുന്നത്, ഒരമ്മ സഹിക്കാൻ തയ്യാറാകുന്നത് കൊണ്ടാണ് കുഞ്ഞു ജനിക്കുന്നത്. ജീവിതം എനിക്കൊരു ചുളയായിരുന്നപ്പോൾ ഭൂവിനാ വെളിച്ചത്തിൻ വെണ്മ ഞാൻ ഉളവാക്കി. ഉരുക്കിടുന്നു, മെഴുനീരിലിട്ട് മുക്കുന്നു മുറ്റും ഭുവനൈക ശില്പി. മനുഷ്യകൃത്താം കനകത്തെ ഏതോ പണിത്തരത്തിൽ ഉപയുക്തവാക്കാൻ. ആറ്റുവക്കത്തെ ഈറ്റക്കമ്പ് പുല്ലാങ്കുഴലായത് സഹന വഴിയിലൂടെയാണ്. മരക്കുരിശ് രക്ഷയുടെയും ശക്തിയുടെ അടയാളമായത് ക്രിസ്തുവിന്റെ സഹന വഴിയിലാണ്.